ഇങ്ങനത്തെ ഒരാളുണ്ടാവുമോ? ഷഫാഅത്തി ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി. അപ്പോൾ ഈ വ്യഭിചരിച്ചാലും ഒക്കെ പ്രശ്നമായിരിക്കാം. സുല്ലാക്കാണ് സുല്ല ശരിയാക്കാൻ നടക്കുവാണ്. ഷഫാഅത്തി അർത്ഥം പറയടാ, എൻ്റെ അർത്ഥം ഷഫാഅത്തി, എൻ്റെ ഷഫാഅത്ത് ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ വൻ ദോഷങ്ങൾ ചെയ്തു കൂട്ടിയവർക്കാണ്. ഒന്നെ സ്നേഹിച്ചിട്ടുണ്ടാവും, അതേസമയത്ത് അവൻ വൻ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അവനെ രക്ഷപ്പെടുത്തി കൊടുക്കും. ഒൻ്റെ ഉമ്മത്തല്ലേ, മലക്കളും അവനെ നരകത്ത് കൊണ്ടാൻ വേണ്ടി കാത്തുകൊണ്ടാവും. ഞാൻ വിടൂല, ആഹുദുക്കും ബിഹുജ്ജതിക്കും, ഞങ്ങളെ ഊരമ പിടിക്കും, ഞങ്ങളെ ഇവിടെ പിടിക്കും, നിങ്ങളെ ഞാൻ വിടൂല. നിങ്ങൾക്ക് മതി വരാവുന്ന തൃപ്തി വരുന്നത് വരെ അള്ളാഹു നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകും എന്നായത് വന്നപ്പോൾ എന്താ പറഞ്ഞ്? വല അല്ലാ, എനിക്ക് തൃപ്തി വരൂല എൻ്റെ സമുദായത്തിൽ. അങ്ങനത്തെ ഒരാളാണ്. അപ്പം ആളെ സ്നേഹത്തറിയാം. അപ്പം നമ്മളും നബിയും പരസ്പരമുള്ളത് എന്താണ്? ബസ് സ്നേഹബന്ധം. അത് കുറയരുത്. ഇപ്പം നമ്മളെ പറ്റിപ്പോയത് അറിയോ? ഈ താഴത്തൊക്കെ ഉണ്ട്, എന്തില്ല സ്നേഹബന്ധമല്ല, മറന്നുപോയി. മുമ്പുള്ളവർക്ക് ഈ താഴത്ത് കുറവാണെങ്കിലും എന്തുണ്ട്? സ്നേഹമുണ്ട്. അവരെ കാര്യത്തിൽ ശൈത്താൻ തോൽക്കും, കാരണം അവർ നബി സ്നേഹം കൂടി ജയിക്കും. നമ്മൾ നിസ്കാരം നോമ്പൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? റസൂലുള്ളാഹി നമുക്കൊരു നേതാവ് മാത്രം. നമുക്കിപ്പോൾ ഒരു നേതാവ്, ഇപ്പം സതീശൻ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല. സതീശന്, പിണറായി വിജയന്, എന്താ പറയുക, കുഞ്ഞാലിക്കുട്ടി, മറ്റേ പറയുക അമിത് ഷാ, അങ്ങനത്തെ ഒരാളാണ് തന്നെ. ആര് കുറച്ചും കൂടി ഒരു ഗ്രേഡ് കൂടിയ ആൾ, കുറച്ചും കൂടി ഒരു ഗ്രേഡ് എത്ര തന്നെ നേതാവ്, എത്ര തന്നെ നമുക്ക് നേതാവ്. അവിടെ തോറ്റു. അതാ തോൽക്കൽ. ആ കാര്യം തിരിഞ്ഞില്ല. എൻ്റെ വല്യാപ്പാക്ക് തിരിഞ്ഞു. ആ വല്യാപ്പാക്ക് ആയത്തും ഹദീസും ഒന്നും അറിയില്ല. ആരറിയും? റസൂലുള്ളാഹിനെ സ്നേഹിക്കണം എന്നറിയും.